ഇത് കാന്താരി ചോക്ലേറ്റാ. ഞങ്ങളുടെ തോട്ടത്തില് റബ്ബർ തോട്ടത്തിൽ വളർന്നു വന്ന കാന്താരിയോടെ ചോക്ലേറ്റാ. ഇനിയിപ്പോ തൊടിയിലെ കാന്താരി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിട്ടുണ്ട് പരീക്ഷിക്കാൻ? ചേമ്പുണ്ട്. അത് എന്താ ചെയ്യുന്ന ഞാൻ ചോക്ലേറ്റ് ഈ മിഠായി പൊട്ടിക്കുമ്പോ പാലയുടെ പായസം ഇങ്ങനെ റൂഷി ചോക്ലേറ്റ് എന്ന ബ്രാൻഡിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സുഹൈൽ ആൻഡ് ആഷിക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ടു ക്ലബ് FM ഗൈസ്. യങ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ കാണുമ്പോ എവിടെയോ നമ്മൾ കണ്ടു മറന്ന സ്വപ്നം മറന്നിട്ടില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. റൂഷി ചോക്ലേറ്റ് ആ പേര് തന്നെ ഭയങ്കര വെറൈറ്റിയാ. അതിന് തുടങ്ങാം നമുക്ക്. എന്താണ് റൂഷി? റൂഷി ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാല് എനിക്ക് അതിൽ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഒരു പേര് ചൂസ് ചെയ്തത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ റോഷൻ അഷിക റോഷി ചോക്ലേറ്റ്സ്. പിന്നെ പാച്ചി ചോക്ലേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫെററോ റോഷർ. എനിക്ക് പണ്ട് തൊട്ടേ ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊരു വലിയ ബ്രാൻഡായിട്ട് സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് സിമിലാരിറ്റി വരുന്നൊരു പേര് എന്ന് വിചാരിച്ച് റൂച്ചി ചോക്ലേറ്റ്സ്. രണ്ട് പ്രൊനൗൺസിയേഷൻ എന്നുള്ള രീതിയിലാണ്. പേഴ്സണലൈസേഷൻ ആണ് നമ്മുടെ ബ്രാൻഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റ് ശരിക്കും ആര് കണ്ടുപിടിച്ചു? നമ്മൾ ഇനീഷ്യലി നമുക്കൊരു ഇതിന്റെ ഒരു കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതായത് നമുക്കറിയില്ലായിരുന്നു ഓൺലൈനിലാണ് നമ്മളിത് സെയിൽ ചെയ്യേണ്ടതെന്ന്. ഇനീഷ്യലി ചോക്ലേറ്റ്സ് മേക്ക് ചെയ്ത് അടുത്തുള്ള ഷോപ്പുകൾക്കൊക്കെ കൊടുത്ത്, പക്ഷെ അവര് പറഞ്ഞ ഇല്ല, ഈ ചോക്ലേറ്റ്സ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, പല ബ്രാൻഡുകളുടെ അവൈലബിൾ ആണ്, നിങ്ങളുടേത് ഇവിടെ സെയിൽ ആവില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്കൊരു റിജക്ഷൻ വന്ന്. ആ റിജക്ഷനിലാണ് പിന്നെ നമ്മൾ തിങ്ക് ചെയ്തത്, ഓക്കെ ഇത് ഇവിടെ അല്ല നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, ഇതിന്റെ കസ്റ്റമേഴ്സ് വരുന്നത് ഓൺലൈനാണ്. അങ്ങനെ ഓൺലൈനിൽ ചോക്ലേറ്റ്സിന്റെ ഫോട്ടോസ്, പല ടൈപ്പിലുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് 2019 നമുക്ക് ഈ റീലിന്റെ സംഭവം ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് പോസ്റ്റ്, വീഡിയോ, ആ ഒരു രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഉള്ളത്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മള് പ്രൊമോട്ട് ചെയ്ത് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് അത് പല ആൾക്കാരിലേക്ക് എത്തി. അത് കണ്ട് ഇഷ്ടപ്പെട്ടവർ അവരുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു മൗത്ത് ടു മൗത്ത് കസ്റ്റമേഴ്സ് ആയിരുന്നു നമുക്ക് ഇനീഷ്യലി ഉള്ളത്. പിന്നെ ഇതേപോലെ പല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. ഈ ഒരു സമയത്ത് നിങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ജേർണിയിൽ ഞങ്ങള് ഹാപ്പിയാണ്, പക്ഷെ നാട്ടുകാർ ഇപ്പോഴും ഹാപ്പി ഇല്ലാന്ന് തോന്നുന്നു. അതെന്ന് വെച്ചാൽ ഇവള് ഈ ജോബൊക്കെ റിസൈൻ ചെയ്ത് ഈ ചോക്ലേറ്റിന്റെ റിസ്കിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇപ്പൊ ഈ പണി എടുക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു ചോക്ലേറ്റ് ഈ മിഠായി എങ്ങനെ പോകുന്നു.